ഹലോ, നമസ്കാരം. ഞാനൊരു വേറൊരു കാര്യം നിങ്ങളോട് അറിയിക്കാനായിട്ട് വിളിച്ചാണ് എൻ്റെ പ്രിയ ശ്രോതാക്കളോട്. ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു 5 രൂപ പോലും ഇട്ട് കൊടുക്കരുത്. കാരണം നമുക്ക് ഇതിനു മുമ്പിരിക്കുന്ന എല്ലാ പ്രളയ ഫണ്ടിലും എല്ലാ ദുരിതാശ്വാസ നിധിയിലും നമുക്ക് എല്ലാം വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ഇട്ട് കൊടുക്കരുത്, പൈസ ഇട്ട് കൊടുക്കരുത്. നിങ്ങൾക്ക് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദുരിതബാധിതർക്ക് നിങ്ങൾ നേരിട്ട് കാശ് കൊടുക്കുക, നേരിട്ട് എത്തിക്കാനുള്ള നടപടികൾ ചെയ്യുക. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലിട്ടുണ്ടെങ്കിൽ അയാൾ വീട്ടിൽ കൊണ്ടുപോകും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. നിങ്ങൾ ആരും അതിനകത്ത് വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. നിങ്ങൾ ഒന്നെങ്കിൽ വയനാട് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളവിടെ സഹോദരങ്ങളൊക്കെ, ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 പൈസ പോലും നമുക്ക് ആ പാവപ്പെട്ട നിരാലംബരായിട്ടുള്ള ഒരു ആൾക്കാർക്ക് പോലും 5 പൈസയുടെ ഗുണം കിട്ടത്തില്ല. 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്. വെറും കളറാണ്. അയാൾ അതിനകത്ത് തോറ്റിക്കൊണ്ടിരിക്കാനുള്ള പരിപാടിയാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരും ഇട്ട് കൊടുക്കരുത്, പൈസ ആരും ഇട്ട് കൊടുക്കരുത്. ഞാനിത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പൈസ ആരും ഇട്ട് കൊടുക്കരുത്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടിട്ട് കൊടുക്കരുത്. അത് നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അവിടുത്തെ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ അവിടുത്തെ സന്നദ്ധ സേനയായിട്ട് ബന്ധപ്പെടുക. അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. അത് നിങ്ങൾക്ക് ലോകം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഒരുപാട് ആൾക്കാർ, നന്മയുള്ള ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല സഹായം ചെയ്യണമെന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇട്ട് കൊടുക്കരുത്, ദൈവത്തെ ഓർത്ത്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽസ് പിന്നെ വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.